ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭദ്രകാളി അമ്മ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു രക്ഷാകവചം തരുന്നത്, അവരുടെ കർമ്മത്തിൻ്റെ ബലം അവർക്ക് ഭദ്രകാളി അമ്മ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാനാണ് ഈ ഒരു റീഡിങ്. മാക്സിമം മെയിനായിട്ട്, അതായത് നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മേൽ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ, മോശം ദൃഷ്ടി വച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഈ ഒരു റീഡിങ് ഫുള്ളായിട്ടും കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ ബ്ലാക്ക് മാജിക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നേരെ സെൻഡ് ചെയ്യാണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് സെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നെഗറ്റിവിറ്റി സെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ദിവസങ്ങളല്ല, മാസങ്ങളല്ല, അല്ലാതെ ഒരു ദിവസം നല്ലതായിരിക്കുമെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ലൈഫ് വളരെ മോശമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു എൻ്റെ ലൈഫ്, ഇന്ന് എന്താ ഇങ്ങനെ, എന്തോ ഒരു നെഗറ്റിവിറ്റി എനിക്ക് ഫീൽ ആകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട് തോന്നാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ മാത്രം സംശയമില്ല, പല പല വ്യക്തികൾ പല പല രീതിയിലാണ് നിങ്ങളുടെ ലൈഫിൽ ബ്ലാക്ക് മാജിക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങളുടേതാണ്. ഇവിടെ ഭദ്രകാളി അമ്മ നിങ്ങൾക്കെതിരെ എന്ത് പ്ലാനിങ് ആണോ ഈ വ്യക്തികൾ ചെയ്തത്, അവർക്ക് അതേ സെയിം രീതിയിൽ തിരിച്ച് അതിൻ്റെ ആ ഒരു മറുപടി ഭദ്രകാളി അമ്മ കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ബുദ്ധി ആരോ കെട്ടിവയ്ക്കുന്നതായിട്ട്, അതായത് ബുദ്ധി പ്രവർത്തിക്കാതെ വരുന്നതായിട്ട്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇവിടെ ഈ ഒരു തന്ത്രവിദ്യ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ടല്ല ചെയ്തേക്കുന്നത്, ഒത്തിരി ആൾക്കാർ റിലേറ്റഡ് ആയിട്ട് തന്ത്രവിദ്യ ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ബുദ്ധി വർക്കാവാതെ വരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം മോശമാകും, നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ ആക്ഷൻ എല്ലാം മോശമാവത്തില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ആ ഒരു ബുദ്ധിയെ ആരോ അവരുടെ വരുതിയിലാക്കിയിരിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ആ വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈർഷ്യാഭാവത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക് നിങ്ങൾക്ക് നേരെ ചെയ്യുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ലൈഫിൽ മുന്നോട്ട് പോകാൻ പാടില്ല, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇത്രമാത്രം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് അവർ ഈ രീതിയിൽ പല പല രീതിയിൽ നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് ചെയ്യുന്നത്. മുന്നേ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാനും വളരെ പെട്ടെന്ന് സാധിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. മുന്നേ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ മോശം സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ തനിച്ച് നിന്നുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളെക്കൊണ്ട് അത് സാധിക്കുന്നില്ല. ഇതിനുശേഷം നിങ്ങളുടെ ആ ഒരു ആരോഗ്യം റിലേറ്റഡ് ആയിട്ട് ഒരു മോശം അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നുപോയി. അതായത് നിങ്ങൾക്ക് എന്തോ ഒരു അസുഖം വന്നതായിട്ട്, അത് റെഡിയാവാൻ വേണ്ടി 2 മാസം വരെ നിങ്ങൾക്ക് എടുത്തു അത് റെഡിയായി കിട്ടാൻ വേണ്ടി. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോയി. ഇതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ബുദ്ധി എന്ന് പറയുന്ന ഒരിക്കലും ഏകാഗ്രത ഇല്ലാത്ത രീതിയിലായിരുന്നു നിങ്ങളുടെ ബുദ്ധി. അതായത് എന്തും തുറന്ന് പറയുന്നു, പിന്നെ അത് ആലോചിച്ച് കഴിയുമ്പോൾ ഞാൻ ആ സമയം എന്തൊക്കെയാണ് പറഞ്ഞത്, ഞാൻ എന്താ അങ്ങനെ സംസാരിച്ചത്, ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നല്ലോ, പിന്നെയാണ് ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായി പോയല്ലോ എന്ന്. ദേഷ്യം വരുമ്പോൾ നിങ്ങൾ അത്രമാത്രം മോശം രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നിങ്ങളുടെ ആ ഒരു ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ലല്ലോ എന്ന്. മുന്നേ നിങ്ങളുടെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള മൈൻഡായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പഴയതുപോലെ ആ ഒരു ഷാർപ്നെസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബുദ്ധി കണ്ടിട്ട് ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങളുടെ ആ ഒരു ബുദ്ധി വളരെ ഷാർപ്പാണ്, നിങ്ങളുടെ ആ ഒരു ആക്ഷൻസ് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു 2 കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫിൽ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. ഇവിടെ നിങ്ങളുടെ ആ ഒരു IQ ലെവൽ ഏതോ ഒരു വ്യക്തി നല്ല രീതിയിൽ വാച്ച് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു ബുദ്ധി റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ IQ ലെവൽ എല്ലാം മനസ്സിലാക്കി വെച്ചു. നിങ്ങൾക്ക് ഇത്രത്തോളം ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് ഈ രീതിയിൽ ആക്ഷൻ എടുക്കാൻ അറിയാം, നിങ്ങളുടെ ലൈഫിലെ മോശം സാഹചര്യത്തെ നിങ്ങൾക്ക് ഫേവറാക്കി മാറ്റാൻ നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ നിങ്ങളെടുത്ത എന്തെങ്കിലും ഒരു തീരുമാനം ലൈഫിൽ, ആ ഒരു തീരുമാനത്തിലൂടെ നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിച്ചിട്ടുണ്ടാകും.
നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെയെന്ന് വെച്ചാൽ ചെറിയ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങൾക്കുള്ളത്. ആ ഒരു ചെറിയ സാഹചര്യത്തിൽ പോലും നിങ്ങൾ വലിയൊരു രീതിയിലുള്ള ഒരു വ്യവസ്ഥകൾ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ കാണുകയാണ്. അപ്പോൾ അവർക്ക് തന്നെ തോന്നുകയാണ് ഇതെങ്ങനെ സാധിക്കുന്നു ഇവരെക്കൊണ്ട്. എങ്കിൽ ഇവരുടെ ആ ഒരു ബുദ്ധിയെ എങ്ങനെ എൻ്റെ കൺട്രോളിലാക്കാം. അങ്ങനെ ചിന്തിച്ച് അവർ പല രീതിയിലും മോശം ചെയ്യുന്നു നിങ്ങൾക്ക് നേരെ. ബ്ലാക്ക് മാജിക്, മോശം ദൃഷ്ടി, ഇതെല്ലാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധി എന്താണ്, നിങ്ങളുടെ ആ ഒരു ഷാർപ്നെസ് എല്ലാം ഒരു വ്യക്തി കണ്ടു. അത് തൊട്ട് അവർക്ക് ഈർഷ്യാഭാവം നിങ്ങളോട് തുടങ്ങി. എങ്ങനെയെങ്കിലും ഈ വ്യക്തിയെ തകർക്കണം എന്നുള്ള രീതിയിലുള്ള ഈർഷ്യാഭാവം തുടങ്ങി അവർക്ക്. ഇവിടെ 2 രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ശത്രു നിങ്ങളെ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ആ ഒരു ബുദ്ധിയെ ഇവരുടെ കൺട്രോളിൽ കൊണ്ടുവരിക. 2, നിങ്ങളുടെ ലൈഫിൽ മോശം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുക. ഇങ്ങനെ 2 ഇവർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫ് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ട് പോകും നിങ്ങൾ. അപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തികൾക്ക് തോന്നുന്നത് ഇത്രമാത്രം ബുദ്ധിയെ നമ്മുടെ കൺട്രോളിൽ വരുത്തിയിട്ട് പോലും ഇവർക്ക് എങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഇപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തികൾക്ക് തോന്നുന്നത്. കാരണം ബുദ്ധി ഇപ്പോൾ അവരുടെ കൺട്രോളിലാണല്ലോ. ഇവിടെ എന്തായാലും നിങ്ങളുടെ ലക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക് നേരെ ഒരു ഭേദഭാവം, ഒരു ശത്രുതാഭാവം ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരെയും കാട്ടി നിങ്ങൾ ഉയരാൻ പാടില്ല, അല്ലെങ്കിൽ അവരെയും കാട്ടി നിങ്ങൾ എപ്പോഴും താഴെ തന്നെ ഇരിക്കണം. നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഒരിക്കലും വർക്കാവരുത്, നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കണം. ഇതൊക്കെയായിരുന്നു ആ വ്യക്തിയുടെ മോഹം. ഇവിടെ ഒരു സമയം ഈ വ്യക്തിയെ നിങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ആ വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളെ സ്റ്റക്കാക്കി വെക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ തെറ്റായ സ്ഥലത്ത് നമ്മുടെ ആ ഒരു ക്യാഷ് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇങ്ങോട്ടുള്ള ഫലവും തെറ്റായിരിക്കും. നല്ല രീതിയിൽ നമ്മുടെ ക്യാഷ് ചിലവാകുമ്പോൾ അതിൻ്റെ ഫലവും നല്ലതായിരിക്കും. ഈ ഒരു പ്രശ്നത്തിന് ശേഷം നിങ്ങൾ ഒരു തീരുമാനം എടുത്തു. എന്നെ സഹായിക്കാത്ത ആൾക്കാർക്ക് ഞാൻ ഇനി സഹായിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കണമെന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, മുന്നോട്ട് പോകണമെന്നും. ഇവിടെ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഏകാഗ്രത ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ്, ചില തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നത്. ഇവിടെ ഒരു സമയം നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ഇവരെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ഞാൻ ചെയ്യാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്താൽ എനിക്ക് തിരികെ ലഭിക്കുന്നത് വേദന മാത്രമാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പാഠം ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം നമ്മുടെ കുറച്ചും കൂടെ അവെയറായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് സമൂഹത്തിൽ. അവർ നമ്മുടെ ആ ഒരു ഏകാഗ്രതയെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ തന്നെ കെട്ടിവെക്കുന്ന രീതിയിലുള്ള ബ്ലാക്ക് മാജിക്, തന്ത്രവിദ്യയൊക്കെ അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾ അവെയറായി പോകണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ എന്തായാലും ദൈവം ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് നേരെ ചെയ്ത പല തന്ത്രവിദ്യകളും അതേപോലെ തിരിച്ച് അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ഈ രീതിയിൽ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും മനസ്സിലാവും ഇവർക്ക് എന്താ ബുദ്ധിയില്ല, ഇവരെന്താ ഇങ്ങനെ ചെയ്തേ എന്ന്. ആ രീതിയിൽ എന്തോ ഒരു കാര്യം ഇവരുടെ ലൈഫിൽ ഇവർ ചെയ്യും. ആ സമയം ഇവരുടെ കുടുംബക്കാർ ഇവരെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങൾ ദയവേത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ ആര് പറയുന്നതും ഈ വ്യക്തി കേൾക്കത്തില്ല. കാരണം ഈ വ്യക്തി അത്രമാത്രം വാശിയുള്ള സ്വഭാവത്തിലായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവാനും അവർ തയ്യാറാകും. പക്ഷേ കുടുംബത്തിലുള്ളവർക്കറിയാം ഇവർ ഈ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ ഇവർക്ക് പശ്ചാത്തപിക്കേണ്ട ആ ഒരു നിമിഷം വരുമെന്ന്. അത് മുന്നിൽ കണ്ടിട്ടാണ് അവർ പറയുന്നത് അങ്ങനെ ചെയ്യരുത് എന്ന്. പക്ഷേ ഇവരുടെ ആ ഒരു വാശി വിജയിക്കണമെന്നുള്ള രീതിയിൽ ഇവർ ഏതറ്റം വരെ പോകാനും തയ്യാറായി.
ഇവരുടെ ആ ഒരു കാര്യം നടപ്പിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് പറയുന്ന ഒരു നിർദോഷരായ ഒരു വ്യക്തിയെ ആരെങ്കിലും തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പരിണിതഫലം വളരെ വലുതായിരിക്കുമെന്ന്. കാരണം അവരുടെ ജീവിതം തന്നെ സ്പോയിലാക്കുന്ന രീതിയിൽ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം ദൈവം ഒരിക്കലും അവരോട് ക്ഷമിക്കത്തില്ല. കാരണം ആ വ്യക്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. മനഃപൂർവ്വമായിട്ട് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വാശിക്കും വേണ്ടിയാണ് അവർ ആ വ്യക്തിയോട് ഇങ്ങനെ ചെയ്തത്. ഇതെല്ലാം ഈശ്വരൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത പവിത്രമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മനസ്സുള്ളവരോട് ഒരു കാര്യത്തിലും നമ്മൾ വൈരാഗ്യമോ അല്ലെങ്കിൽ മോശം ദൃഷ്ടിയോ ബ്ലാക്ക് മാജിക്കോ തന്ത്രവിദ്യയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇവിടെ ഇവരുടെ ബുദ്ധിയുടെ സപ്പോർട്ട് ഇവർക്ക് ഒട്ടും തന്നെ ലഭിക്കുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ബുദ്ധി ഇവർക്ക് വിപരീതമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എത്രത്തോളം തെറ്റായ കാര്യങ്ങളുണ്ട്, ആ ഒരു തെറ്റായ കാര്യത്തിലേക്കായിരിക്കും ഇവരുടെ മനസ്സ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇങ്ങനെ തോന്നും, ഇവരുടെ ഇൻഡ്യൂഷൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന്. ഇവിടെ ഇവരുടെ ഇൻഡ്യൂഷൻ്റെ ആ ഒരു സപ്പോർട്ട് ഒരിടത്തും ഇവർക്ക് ഇല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മനഃപൂർവ്വമായിട്ട് ഒരു വ്യക്തിയുടെ ആ ഒരു ഇൻഡ്യൂഷൻ തെറ്റായ വഴിയിലേക്ക് പോകുന്നതായിട്ട്, തെറ്റായ ആൾക്കാരിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ലൈഫിലെ ആ ഒരു ശാന്തി പോലും നശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ചെയ്യാൻ തോന്നുക. ഇവിടെ ഇവരെടുത്ത ഒരു തീരുമാനം തെറ്റായി, എന്നാലും ഇവർ അവിടെ സ്റ്റക്കായിട്ടിരിക്കത്തില്ല. വീണ്ടും വീണ്ടും തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഇവർ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റാണെന്ന് ഇവർക്കറിയാം, പക്ഷേ ഇവർ അത് സമ്മതിക്കത്തില്ല. അതായത് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ഇത്രമാത്രം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ വീട് കത്തിക്കാൻ പോകുന്നെന്ന് വിചാരിച്ചു, ആ ഒരു കത്തിക്കാൻ പോകുന്ന ആ കമ്പ് കൊണ്ട് നമ്മുടെ കയ്യിൽ തീ ആയി നമ്മളുടെ ശരീരം തന്നെ ഭസ്മമാകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകും. അതാണ് ബ്ലാക്ക് മാജിക്. വളരെ അപകടമായിട്ടുള്ള ഒരു സാധനമാണ്. അതായത് നമ്മൾ മറ്റൊരാൾക്ക് എന്താണോ ചെയ്തത് അത് നമുക്ക് തിരിച്ചടിക്കും. അത് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. ആരൊക്കെയാണോ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ളത് അവരുടെ ആ ഒരു സ്ഥിതികൾ വളരെ മോശമായിട്ടുണ്ട്. ഒരു സമയത്ത് നിങ്ങൾക്കറിയാവുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കാം. അതൊന്ന് നോക്കിയാൽ മതി നിങ്ങൾ. കാരണം ഈ ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് പല വിജയങ്ങളും നിങ്ങൾക്ക് കൊണ്ടുതരും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൂടുതലും ഇത് വീണ്ടും വീണ്ടും ചെയ്യണമെന്നുള്ള തോന്നൽ വരും. പിന്നെ പിന്നെ ഇവരുടെ ലൈഫിൽ ലോസസ് ആയിരിക്കും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുത് ചെയ്യുമ്പോൾ കുറച്ച് പണമായിരിക്കും ഇവരുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നത്. വീണ്ടും വലിയ വലിയ കാര്യങ്ങൾ ഇതേപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഒത്തിരി പണം നഷ്ടമായി പോകും. ഇതുകൂടാതെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തുള്ള ആളെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളാണെങ്കിലോ ഇവരുടെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു കാതിൽ പ്രശ്നം വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കേൾവി കുറവോ അങ്ങനെ എന്തെങ്കിലും. അതായത് കർമ്മ റിട്ടേണിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഗുപ്തശത്രു ആരാണെങ്കിലും നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ അമ്മയോട് പോയി പറയുക, എൻ്റെ ശത്രു ആരാണെങ്കിലും അമ്മ എന്നെ ആ ശത്രുവിൽ നിന്ന് രക്ഷിക്കണമെന്ന്. അമ്മ ഉറപ്പായിട്ടും നിങ്ങളെ രക്ഷിക്കുന്നതാണ്. കാരണം അമ്മയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഒരു കർമ്മഫലം തിരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. എന്നാലും ഞാൻ പറയുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. അമ്മയുടെ ആ ഒരു കരുതൽ നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് പോകാനായിട്ട്. ദുർഗാ കവചം ഞാൻ പറയത്തില്ലേ, ഭദ്രകാളിയുടെ സ്തോത്രങ്ങൾ അതൊക്കെ നിങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. ഇനി അതൊന്നും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ആ ദേവിയുടെ ഫോട്ടോ, ദുർഗാദേവി ആയാലും ഭദ്രകാളി അമ്മയായാലും ആ ഫോട്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ വാൾപേപ്പറായിട്ട് വയ്ക്കുക. അത് നിങ്ങൾക്ക് നല്ലതാണ്. എപ്പോഴും നിങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റുമല്ലോ ഫോണ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴെല്ലാം. ഭദ്രകാളി അമ്മയുടെ ആ ഒരു ക്രോധമായിട്ടുള്ള ആ എനർജി നിങ്ങൾ കണ്ടിട്ടില്ല. അതായത് അസുരനെ വധിച്ച് ആ ഒരു ക്രോധം മാറിക്കഴിയുമ്പോൾ പിന്നെ ശാന്തമായിട്ടുള്ള ആ ഒരു എനർജിയിലേക്ക് അമ്മ മാറുന്നു. അതേപോലെ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും മാറ്റിയിട്ട് അമ്മ ശാന്തമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള അന്ധകാരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോശം ഊർജ്ജയെ നശിപ്പിക്കാനാണ് അമ്മയെ എന്നും ഞാൻ പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഒത്തിരി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോൾ അവർക്കെതിരെ ഒരു പ്രൊട്ടക്ഷൻ ദേവിയുടെ നമുക്ക് വേണം. അതിനു വേണ്ടിയാണ് അമ്മയുടെ ആ ഒരു ദർശനം ചെയ്യാൻ ഞാൻ പറയുന്നത്.
അപ്പോൾ ആരൊക്കെയാണോ തന്ത്രവിദ്യകൾ ചെയ്യുന്ന അങ്ങനെയുള്ളവരെ ദൈവം ഒരിക്കലും വിട്ടുകളയത്തില്ല. അവർക്ക് അവരുടെ ചെയ്തതിൻ്റെ ആ ഒരു ബലം കൊടുക്കുക തന്നെ ചെയ്യും അമ്മ. അപ്പോൾ ഫസ്റ്റ് തന്നെ അവരുടെ ലൈഫിലെ ശാന്തിയെ അവരായിട്ട് തന്നെ മോശപ്പെടുത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, അവരെടുക്കുന്ന ആക്ഷനിലൂടെ. ഇവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും പക്ഷികളെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ചിത്രശലഭത്തിന് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇത് അല്ലെങ്കിൽ അമ്മയുടെ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇല്ല അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയുടെ ഇമേജ് ആയിരിക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ന്യായം നിങ്ങളുടെ കൂടെ സംഭവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ യൂണിവേഴ്സിൻ്റെ ആ ഒരു ലോ ഇതാണ്, ആരുടെ കൂടെ മോശം ചെയ്തിട്ടുണ്ടോ ദൈവം ഒരിക്കലും മാപ്പ് കൊടുക്കത്തില്ല ആ മോശം ചെയ്ത വ്യക്തിക്ക്. ഈ ഒരു ന്യായം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ കുറച്ച് സമയമെടുത്തു, പക്ഷേ സമയമെടുത്തായാലും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ന്യായം സംഭവിച്ചിരിക്കുകയാണിപ്പോൾ. ഇവിടെ അമ്മ നിങ്ങളുടെ കൂടെ ഈ രീതിയിൽ ന്യായം ചെയ്യുന്നതാണ്. അതിൻ്റെ ആ ഒരു ആഴമെന്ന് പറയുന്നത് ഒരു സീമയില്ലാത്ത ഒരു ആഴമായിരിക്കും. അത്ര രീതിയിൽ ഒരു ന്യായമായിരിക്കും അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതായത് ഒരു വ്യക്തി ഏത് രീതിയിലാണോ നിങ്ങളെ വേദനിപ്പിച്ചത് ആ വ്യക്തിക്കും തിരികെ ആ വേദന അനുഭവിക്കുന്ന രീതിയിലായിരിക്കും അമ്മ അവരെ ശിക്ഷിക്കാൻ പോകുന്നത്. അതായത് പരിവർത്തനം രണ്ട് രീതിയിലുണ്ട്. അതായത് രണ്ട് വ്യക്തികളിൽ ഒരു വ്യക്തി മോശം കർമ്മം ചെയ്യുന്ന ആൾ, ഒരു വ്യക്തി ആ ഒരു മോശം കർമ്മം അനുഭവിക്കുന്ന ആൾ. ഇവിടെ ന്യായം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തി വളരെ ഗർത്തത്തിലേക്ക് പോകും. അതായത് മോശം ചെയ്ത ആൾ വളരെ ഗർത്തത്തിലേക്കും നന്മ ചെയ്ത ആൾ ഉയരങ്ങളിലേക്കുമാണ് പോകുന്നത്. ഈ ഒരു കാര്യം ഈ ലോകം തന്നെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. കാരണം ഈ ലോകം കാണേണ്ട ആവശ്യമുണ്ട്. കാരണം ഇനി ഒരാളും ഈ രീതിയിൽ മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല. ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കാൻ വേണ്ടി ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് അവർക്കും അതേ സെയിം അവസ്ഥ വരും ഒരു നാൾ എന്നവർ ഓർക്കണം. ഇവിടെ അവരുടെ വീട്ടിൽ ഇലക്ട്രോണിക് ഐറ്റംസ് മോശമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുടുംബത്തിൽ ഒട്ടും തന്നെ ഐക്യതയില്ല, എപ്പോഴും ശത്രുതാഭാവം പോലെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിലുള്ളവർ പെരുമാറുന്നത്. ഇപ്പോഴും ആ വ്യക്തി അഹങ്കാരത്തിലാണ്, അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ആ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുന്നത് ഇവർ എന്ത് തീരുമാനം എടുക്കുന്നു അതെല്ലാം ശരിയാണ് എന്നാണ്. ഇവർ ശരിയാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്നതെല്ലാം വീണ്ടും വീണ്ടും തെറ്റിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ സ്വയം തെറ്റ് ചെയ്യുന്നതിലൂടെ ഇവരുടെ കുടുംബത്തിലോടും ഇവർ തെറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ സ്വന്തം തീരുമാനം ഇത്രയ്ക്ക് ഇവർക്ക് ശരിയാണെന്ന് തോന്നുന്നു. ഇവരുടെ കുടുംബത്തിലുള്ളവർ പറഞ്ഞാൽ പോലും അത് തെറ്റാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഈ ഒരു സ്വഭാവം കാരണം കുടുംബത്തിലുള്ളവരും വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലായി ഇവർ ചെയ്യുന്ന തെറ്റാണ്, പക്ഷെ ഇവർ അത് മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഒരു നല്ല സ്വഭാവത്തിലുള്ള ആൾക്കാരും ഇവരുടെ അടുത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ മാത്രമേ ഇവരുടെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഇവരെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ഫ്രണ്ടോ ആരും തന്നെ ഇവരുടെ കൂടെ ഇല്ല ഇവരെ പറഞ്ഞ് നേർവഴി കൊണ്ടുവരാൻ. ആര് പറയുന്നത് ഇവർ കേൾക്കുന്നുമില്ല. ഇവിടെ ബ്ലാക്ക് ഓർ ഓറഞ്ച് നിറത്തിലുള്ള ചിത്രശലഭം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കുറച്ച് ഇവർ ഒന്ന് വിഷമിക്കേണ്ട അവസ്ഥ വരും ലൈഫിൽ എന്നാണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു ന്യായം നിങ്ങൾക്കും വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കും, നിങ്ങളെ ദ്രോഹിച്ചവർക്കും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ യൂണിവേഴ്സ് പല രീതിയിലും ഇവർക്ക് സൈൻ കൊടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു സൈനൊന്നും ഇവർ മനസ്സിലാക്കിയില്ല. ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഏത് രീതിയിലും ഇവർ സംസാരിക്കുക. അതായത് ഇവരുടെ ആഗ്രഹം സാധിക്കണം, അതിനു വേണ്ടി ഇവർ അതായത് എന്താ പറയുക, വളരെ സ്നേഹത്തിൽ സംസാരിക്കുക. ഇവരുടെ ആഗ്രഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ആ പഴയ ആ ഒരു സ്നേഹം ഉണ്ടാവത്തില്ല. അങ്ങനെ അതായത് ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവസരവാദി എന്ന് വേണമെങ്കിൽ പറയാം ഇവരെ. പിന്നെ ഇവരുടെ ആ ഒരു ഒപ്പീനിയൻ തെറ്റാണെങ്കിൽ പോലും അത് ശരിയാണെന്ന് ഇവർ വരുത്തി തീർക്കും. അതിനു വേണ്ടി ഏതറ്റം വരെ പോകാൻ ഇവർ തയ്യാറാണ്. ഇവിടെ ഓപ്പോസിറ്റുള്ള വ്യക്തി പറഞ്ഞത് എത്ര തന്നെ ശരിയാണെങ്കിലും ഇവരുടെ ആ ഒരു വാക്കുകൾ കൊണ്ട് അവർ പറഞ്ഞത് തെറ്റാണെന്ന് വരുത്തി തീർക്കും. അങ്ങനെ ഒരു സ്വഭാവം ഇവർക്കുണ്ട്.
ഇവിടെ ഇവർ എന്തായാലും ഇവരുടെ ആ ഒരു ശബ്ദത്തിൽ തന്നെ വീഴ്ന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു വാണി ഇനി ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. മുമ്പൊക്കെ ഇവർ എന്ത് പറഞ്ഞാലും അത് ആൾക്കാർക്ക് പേടിയാണ്, ബലിക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ ഇനി ഇവർക്ക് ആ ഒരു ശബ്ദം കൊണ്ടുള്ള ആ ഒരു മോശം ഇത് ഇനി നടക്കത്തില്ല. കാരണം ഇവരുടെ ആ സ്വന്തം വാണിയിൽ തന്നെ ഇവർ അകപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചില ആൾക്കാർ ദേഷ്യം വരുമ്പോൾ മറ്റൊരാളെ പ്രാവത്തില്ലേ, അതായത് ഇവർക്ക് അങ്ങനെ സംഭവിക്കണം, അവർക്ക് ഇങ്ങനെ സംഭവിക്കണം, അങ്ങനെയൊക്കെ പ്രാവത്തില്ലേ. അപ്പോൾ മറ്റുള്ളവർക്ക് ഇത് പേടിയാണ്. ദൈവം ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ അത് സംഭവിക്കുമെന്ന് ഓപ്പോസിറ്റുള്ള വ്യക്തികൾക്ക് ഭയങ്കര പേടിയാണ് ഇവരുടെ ആ ഒരു ശബ്ദത്തെ. ഇങ്ങനെ ഇവരുടെ ആ ഒരു വാണി ഇവരെ സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ വീട്ടിൽ കലഹം ഉണ്ടാകും, അടുത്തുള്ളവരുമായിട്ട് കലഹം ഉണ്ടാകും, ഓഫീസിൽ കലഹം ഉണ്ടാകും. എല്ലായിടത്തും ഇവർക്ക് ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് കലഹം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എല്ലാവരോടും. ഇവിടെ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിൽ ഒത്തിരി ചലഞ്ചസ് ആയിരിക്കും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ ഇവരുടെ ആ ഒരു ടീമുമായിട്ട് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ചലഞ്ചസ് ഒത്തിരി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി പബ്ലിക്കുമായിട്ട് എന്തെങ്കിലും കാര്യം ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതായിട്ടാണ്, വഴക്കുണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ഈ ഒരു സ്വഭാവം കാരണം ആൾക്കാർ ഇവരോട് സംസാരിക്കുന്നത് പോലും നിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവരുടെ തലയിൽ എപ്പോഴും ഒരു ഭാരമാണ്, നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഇവരുടെ ജോലിയിൽ പോലും പ്രോബ്ലമാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഇവർക്ക് പ്രോബ്ലമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ശത്രുവിന്. ഇവർക്ക് മുന്നേയൊക്കെ ഇവരുടെ ആ ഒരു വാണിയിൽ ഭയങ്കര അഹങ്കാരമായിരുന്നു. അതായത് ശകുനിയുടെ ആ ഒരു ബുദ്ധി, അതായിരുന്നു ഇവരുടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഒരു അഹങ്കാരം ഉള്ളത് കൊണ്ട് തന്നെ അതിലാണ് ദൈവം ഇപ്പോൾ അടി കൊടുത്തേക്കുന്നത്. അതായത് ഇവരുടെ വാണി തന്നെ ഇവർക്ക് എതിരാവുന്നതായിട്ട്, പിന്നെ ഇവരുടെ ബുദ്ധി ഇവർക്ക് സപ്പോർട്ട് ആവാതിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ആ ഒരു ബ്ലെസ്സിങ് ഇത് രണ്ടുമായിരുന്നു. അതായത് ഇവരുടെ ആ ഒരു വാണിയും പിന്നെ ഇവരുടെ ബുദ്ധിയും. ആ ഒരു ബ്ലെസ്സിങ് തന്നെ ഈശ്വരൻ എടുത്തത് കൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു അഹങ്കാരം ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ എന്ത് പറഞ്ഞാലും ബലിക്കുമെന്നുള്ള ആ ഒരു ഉണ്ടായിരുന്നു ഇവർക്ക്. പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല. ഇവരുടെ ബുദ്ധി ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഇവർക്ക് തന്നെ മോശമാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ചക്രാസും ഇംബാലൻസ് ആണ്. ഇവരുടെ മൈൻഡ് ഇവരുടെ കൺട്രോളിലല്ല ഉള്ളത്. ഈ ഒരു സമയം ഇവർ ഓരോ ഉപായങ്ങൾ ചെയ്യുന്നുണ്ട്. ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഇവരുടെ ആ ഒരു അവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ഓരോരുത്തരെ പോയി കാണുന്നുണ്ട്. അവർ പറയുന്ന ഉപായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇവർക്ക് വീണ്ടും മോശം അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ടിരിക്കുന്ന സമയം മാനിഫെസ്റ്റേഷനോ അഫർമേഷനോ പറയാൻ പാടില്ല. ഈ വ്യക്തി ഇത്ര നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ അഫർമേഷനും മാനിഫെസ്റ്റേഷനും ചെയ്യുകയാണ്, പക്ഷേ അത് ഇവർക്ക് വർക്കാവുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ വ്യക്തിയോട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവർ മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല. മുമ്പൊക്കെ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു. ഇപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിയായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ദേവിയുടെ ആ ഒരു ന്യായം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇവരുടെ അഹങ്കാരം തകർന്നായിട്ട്, പക്ഷേ പുറമെ ഇവർ ഷോ ചെയ്യത്തില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകും അത്. ഇവിടെ ആരും ഈ വ്യക്തിയുടെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ. കാരണം ഇവരുടെ അഹങ്കാരത്തിൽ അത്രമാത്രം അഹങ്കരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യം തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആരിപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അമ്മയുടെ ആ ഒരു ന്യായം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.